ഹലോ എവ്രി വൺ. നമ്മൾ വാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും എക്സിക്യൂട്ടീവ് റെഗുലേഷൻ ഓഫ് ദ ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ 8 of 2017. എന്താണെന്ന് വെച്ചാൽ ഫെഡറൽ ഡിഗ്രി ലോ നമ്പർ 8 of 2017 ആണ് നമ്മുടെ വാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോ എന്ന് പറയുന്നത്. അതിലാണ് വാറ്റിന്റെ പ്രൊവിഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ഇറങ്ങിയിട്ടുള്ളത് ഈ എക്സിക്യൂട്ടീവ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാബിനറ്റ് ഡിസിഷൻ നമ്പർ 52 ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവത്തിലാണ്. അപ്പൊ അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 33, സീറോ റേറ്റിംഗ് ഓഫ് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ഫോർ പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ്. അപ്പോൾ ഇത് മെയിൻലി അപ്ലിക്കബിൾ ആവുന്നത് ഒരു ലോജിസ്റ്റിക്സ് കമ്പനി അല്ലെങ്കിൽ എയർലൈൻ കമ്പനി, അതായത് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എൻറ്റിറ്റീസിനാണ് ഇത് മെയിൻലി ഒരു അപ്ലിക്കബിൾ ആവുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പോ ഇത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണോ അല്ലേ എന്നുള്ളത് എങ്ങനെ നോക്കാനാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. അങ്ങനെ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് വരും? ഒരു സീറോ റേറ്റഡ് സപ്ലൈ. നമുക്കറിയാം വാറ്റിൽ പല ടൈപ്പ് ഓഫ് സപ്ലൈസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് റേറ്റഡ് ഉണ്ട്, സീറോ റേറ്റഡ് ഉണ്ട്, എക്സംപ്റ്റ് ഉണ്ട്, ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈസ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള സപ്ലൈസ് ഉണ്ട്. അപ്പൊ സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സപ്ലൈന്റെ ഇതൊരു ടാക്സബിൾ സപ്ലൈ ആയിരിക്കും, പക്ഷെ ഇതിന്റെ വാറ്റ് റേറ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്, ഇത് ഒരു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആവണമെങ്കിൽ ഈ 4 കേസിലാണ് അത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആവുക. അപ്പൊ ഫസ്റ്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് ട്രാൻസ്പോർട്ടിംഗ് പാസഞ്ചേഴ്സ് ഓർ ഗുഡ്സ് ഫ്രം എ പ്ലേസ് ഇൻ ദ സ്റ്റേറ്റ് ടു എ പ്ലേസ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. ഓക്കെ. എന്താ പറയുന്നത്? അതായത് ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ. അപ്പോ നമ്മൾ യു എയിൽ നിന്നും പുറത്തുള്ള ഒരു കൺട്രി, ഓക്കെ, യു എക്ക് പുറത്തുള്ള ഒരു കൺട്രിയിലേക്ക് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആണെന്നാണ് ഇവിടെ ഈ ഒരു കേസിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നമ്മൾ ഗുഡ്സോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് ഞാൻ മനസ്സിലാക്കാം. ഇപ്പൊ പാസഞ്ചർ ആണെങ്കിൽ നമുക്ക് അവരുടെ എയർ ടിക്കറ്റ് നോക്കിയാൽ അറിയാം ഇയാൾ എവിടെ നിന്ന് എവിടത്തേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതൊരു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആണോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണോ എന്ന് അറിയാൻ പറ്റും. ഗുഡ്സിന്റെ കേസിൽ നമുക്ക് ഗുഡ്സിന്റെ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടാവും, ബിൽ ഓഫ് ലേഡിങ്, അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷിപ്പിംഗ് ഡോക്യുമെന്റ് ഉണ്ടാവും, അവിടെ ഉണ്ടാവും ഏത് പോർട്ടിൽ നിന്നാണ് ഇത് ലോഡ് ചെയ്യുന്നത്, എവിടെയാണ് ഇതിന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ഈ രണ്ടാമത് പറയുന്നത് എന്താ? ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിംഗ് പാസഞ്ചേഴ്സ് ഓർ ഗുഡ്സ് ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ടു എ പ്ലേസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. അതായത് പുറത്തു നിന്ന് ഒരു ഗുഡ്സ് ഓർ പാസഞ്ചർ യു എയിലേക്ക് വരാം. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് എന്ത് ചെയ്യാം? യു എയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എന്താണ്? അല്ലെങ്കിൽ ഒരു പാസഞ്ചർ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് സീറോ റേറ്റഡ് ആണ്. അപ്പൊ ഈ രണ്ട് കേസിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ ടിക്കറ്റ് അല്ലെങ്കിൽ ഷിപ്പിംഗ് ഡോക്യുമെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്? ട്രാൻസ്പോർട്ടിംഗ് പാസഞ്ചേഴ്സ് ഫ്രം എ പ്ലേസ് ഇൻ ദ സ്റ്റേറ്റ് ടു അനദർ പ്ലേസ് ഇൻ ദ സ്റ്റേറ്റ് ബൈ സീ ഓർ എയർ ഓർ ലാൻഡ് ആസ് പാർട്ട് ഓഫ് എ സപ്ലൈ ഓഫ് an international transport of those passengers if either or both the first place of departure or final place of destination is outside the state. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ ഈ മേലെ പറഞ്ഞ രണ്ട് സംഭവങ്ങളുണ്ട്. ഒന്ന് എന്താണ്? യു എയിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ പുറത്തു നിന്ന് യു എയിലേക്ക് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു പാസഞ്ചറാണ്. ഞാൻ എന്ത് ചെയ്യാണ്? ദുബായിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോവാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അതെന്താണ്? ഒരു ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. യു എയിൽ നിന്ന് പുറത്ത് ഔട്ട്സൈഡ് യു എയിലേക്ക് പോവാണ്. അപ്പൊ പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിന് വേണ്ടിയിട്ട് യു എയിൽ നിന്ന് അബുദാബി വരെ പോയിട്ട് അബുദാബിയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? സൗദി അറേബ്യക്കുള്ള ഫ്ലൈറ്റ് പോകുന്നത്. ഓക്കെ. ഞാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ട്രാവൽ ചെയ്തു. അതൊരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്, കാരണം അത് ഇൻസൈഡ് യു എ ആണ്. ദുബായ് ആയാലും അബുദാബി ആയാലും അത് ഇൻസൈഡ് ദ സ്റ്റേറ്റ് ആണ്. അപ്പൊ അത് ലോക്കലായിട്ട് വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈ ആണ്. ബട്ട് ഞാൻ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് കിട്ടിയ സർവീസ് അത് സീറോ റേറ്റഡ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർലൈൻ കമ്പനീസ് എന്ത് ചെയ്യും?
നമുക്ക് ഇപ്പോൾ അബുദാബി എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തെന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് ചെയ്യും, ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ഒരു ഷട്ടിൽ ബസ് സർവീസ് പോലത്തെ ഒരു സർവീസ് വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യാം, സീറോ റേറ്റഡ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നാലാമത്തെ പോയിന്റും സെയിം ആണ് പറയുന്നത്. അതായത് ഇൻ ദ കേസ് ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ കേസിലാവുമ്പോൾ എന്താ പറയുന്നത്, ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം എ പ്ലേസ് ഇൻ ദ സ്റ്റേറ്റ് ടു അനദർ പ്ലേസ് ഇൻ ദ സ്റ്റേറ്റ് ഇഫ് ദ സർവീസ് ആർ സപ്ലൈഡ് ആസ് പാർട്ട് ഓർ ഫോർ ദ പർപ്പസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഓഫ് transporting goods either from a place in the state to a place outside the state or from a place outside the state to a place in the state. ഓക്കെ, അതായത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അബുദാബി പോർട്ടിൽ നിന്നാണ് ഗുഡ്സ് പോകുന്നത്. ഗുഡ്സ് ഉള്ളത് ദുബായിലാണ്. അപ്പോൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് അബുദാബിയിൽ നിന്നാണ് അത് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ദുബായ് ടു അബുദാബി എന്നുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷനും എന്തായിട്ട് വരും, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആയിട്ട് വരും. ഇത് നേരെ തിരിച്ചും വരും കേട്ടോ. അതായത് പുറത്തുനിന്ന് ഒരു ഗുഡ്സ് ഇങ്ങോട്ട് വരികയാണ്, അല്ലെങ്കിൽ ഒരു പാസഞ്ചർ ഇങ്ങോട്ട് വരികയാണ്, അയാൾ എന്ത് ചെയ്യാണ്, അവിടെ ഇൻസൈഡ് യു എയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകണം. ആസ് പാർട്ട് ഓഫ് ദാറ്റ് സപ്ലൈ ആയിരിക്കണം. അതായത് വെറുതെ ഒരാള് അബുദാബിയിൽ വന്നു, പിന്നെ ആളുടെ ഇത് മാറി, ആളുടെ ഡെസ്റ്റിനേഷൻ ശരിക്കും ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആള് ഇങ്ങനെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി രണ്ടാമത്തെ ക്ലോസ് എന്താ പറയുന്നത് നോക്കാം. The following goods and services shall be zero rated if they are supplied in respect of transportation service of passengers or goods to which either clause 1 of the article applies or which are treated as taking place outside the state. എന്താ പറയുന്നത്, അതായത് ഇപ്പൊ ക്ലോസ് 1-ൽ നമ്മൾ 4 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട സർവീസസ് അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യാണ്, ഈ സർവീസ് നടക്കുന്നത് ഔട്ട്സൈഡ്, അതായത് ഔട്ട്സൈഡ് യു എയിലുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അതെന്തായിട്ട് വരും, ഈ 3 സപ്ലൈസും കൂടെ എന്തായിട്ട് വരും, സീറോ റേറ്റഡ് ആയിട്ട് വരും. എന്താണ്, ദ ഗുഡ്സ് വിച്ച് ആർ സപ്ലൈഡ് ഫോർ യൂസ് ഓർ കൺസംഷൻ ഓർ സെയിൽ ബൈ ഓർ ഓൺ ആൻ എയർക്രാഫ്റ്റ് ഓർ എ ഷിപ്പ്. അതായത് ഒരു എയർക്രാഫ്റ്റിനോ ഷിപ്പിനോ യൂസ് ചെയ്യാൻ കൺസ്യൂം ചെയ്യാനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, അവരെന്തെങ്കിലും ഗുഡ്സ് എന്ത് ചെയ്യാണ്, സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് വരും, ആ സപ്ലൈ സീറോ ഇത്ര സപ്ലൈ ആയിട്ട് വരും. പിന്നെ സർവീസസ് സപ്ലൈ ഡ്യൂറിംഗ് ദ സപ്ലൈ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സർവീസ്, അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ സർവീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർവീസസും എന്തായിട്ട് വരും, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട്, അതായത് നാച്ചുറലി ബണ്ടിൽഡ് ആവണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർവീസസും എന്തായിട്ട് വരും, സീറോ റേറ്റഡ് സപ്ലൈ ആയിട്ട് വരും. പിന്നെ സർവീസസ് ഓഫ് ഇൻഷുറിംഗ് ഓർ അറേഞ്ചിങ് ഓഫ് ഇൻഷുറൻസ് ഓർ അറേഞ്ചിങ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് പാസഞ്ചർ, അതായത് ഇൻഷുറൻസ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ട്രാവൽ ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷന്റെ ഭാഗമായിട്ടാണെങ്കിൽ അതും എന്തായിട്ട് വരും, സീറോ റേറ്റഡ് ആയിട്ട് വരും. പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് വെച്ചാൽ സപ്ലൈ ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഇഷ്യൂഡ് ബൈ എമിറേറ്റ്സ് പോസ്റ്റ് ഗ്രൂപ്പ് ഷാൽ ബി സീറോ റേറ്റഡ് where the postage stamp may only be redeemed for transportation of goods to a place outside the state. അതായത് എമിറേറ്റ്സ് പോസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ യു എയിലുള്ള പോസ്റ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവര് എന്ത് ചെയ്യാണ്, പോസ്റ്റേജ് സ്റ്റാമ്പ് സപ്ലൈ ചെയ്യാണ്. ആ സ്റ്റാമ്പ് എന്ത് ചെയ്യാണ്, ഒരു ഗുഡ്സ് ഔട്ട്സൈഡ് യു എയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സപ്ലൈയും കൂടെ എന്തായിട്ട് വരും, സീറോ റേറ്റഡ് വരും. അപ്പൊ ഇതാണ് നമ്മൾ ആർട്ടിക്കിൾ 33-ൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതുമായി റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ ഇത് ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.